അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കാം. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലെ ഒരു 3 ചുവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പം ചുവന്നുള്ളി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയൊരു തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ആ തക്കാളി നല്ലപോലെ ഉടച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം മാത്രം അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയും നമ്മുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക. എരിക്ക് അനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും ചേർക്കുക. ഞാൻ 1 സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം കായപ്പൊടിയും ചേർത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർക്കുക. വാളംപുളിയാണ് ചേർക്കേണ്ടത്. അപ്പം വാളംപുളിയും ചേർത്ത് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കുക. അപ്പോൾ മല്ലിയിലയും ചേർത്ത് രസം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി രസമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.